ഊട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഉസ്താദ്, അതുപോലെ തന്നെ മടവൂർ CM വലിയുള്ളാന്റെ ഉസ്താദായിട്ടുള്ള മഹാനായിരിക്കുന്ന കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അള്ളാഹു കൊടുത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് മഹാരഥന്മാർ ഓതി പഠിച്ചിട്ടുള്ള വലിയ മുദരിസും വലിയ ആലിമും വലിയ സൂഫിയും ഫഖീഹുമാണ് മഹാനായിരിക്കുന്ന കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ. ആ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ തങ്കയത്തെ ദറസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതി പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയ ശിക്ഷണം, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മാണി ഉസ്താദിന്റെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശിക്ഷണം, ആ ശിക്ഷണത്തിന്റെ പുറത്താണ് ഒരു സൂഫി ജീവിതം വളരെ പതുങ്ങി സംസാരിക്കുന്ന, നമ്മളൊക്കെ പോയാൽ വളരെ പതുങ്ങി സംസാരിക്കുന്ന, നമ്മൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ദ്വാരക്കൂല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഹിഫ്ള് കോളേജിന്റെ കുറ്റിയടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി, ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ബഹുമാനപ്പെട്ട മാണി ഉസ്താദാണ് ആ സ്ഥാപനത്തിന് കുറ്റിയടിച്ച് ദ്വാരക്കാനുള്ളത്. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് വരും എന്ന് പറഞ്ഞു. 11:30 മണിയാകുമ്പോൾ ഉസ്താദ് എത്തി. അങ്ങനെ അവിടുന്ന് കുറ്റിയടിക്കാൻ വേണ്ടി ആ സാധനക്കെടുത്ത് കയ്യിൽ വാങ്ങിയിട്ട് ഉസ്താദ് അത് തങ്ങളാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞു. അടുത്തുനിന്നു അത് തന്നിട്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അടിച്ചു, ഉസ്താദ് ദ്വാരക്കുന്ന് വിചാരിച്ചു. ഉസ്താദ് പറഞ്ഞു, ഞാൻ ദ്വാരക്കില്ല, ഞാനൊക്കെ ദ്വാരപ്പിക്കാൻ കൊണ്ടുവരുന്ന, ഉസ്താദിന്റെ വാക്കാണത്, ഞാനൊക്കെ ദ്വാരപ്പിക്കാൻ കൊണ്ടുവരുന്ന തങ്ങളാണത്, അതുകൊണ്ട് ഈ തങ്ങൾ ദ്വാരന്താ മതി എന്നാണ്. ഞാൻ എന്റെ പതില് പറയല്ല, അങ്ങനെ നിങ്ങളാരും വിചാരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിനയവും മഹത്വവും വലിപ്പവുമാണ്. ആരൊക്കെ എങ്ങനെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പഠിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഭവ സമ്പത്താണത്. ആ വലിയ മനുഷ്യന്മാരുടെ ആ തർബിയത്തിലൂടെയാണ് നമുക്ക് ആളുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ബോധ്യപ്പെടുന്നത്. ഒരാളെയും വിഷമിപ്പിക്കാതെയും പ്രയാസപ്പെടുത്താതെയും മഹാനായിരിക്കുന്ന ഉസ്താദിന് ജീവിക്കാൻ പറ്റി എന്നതാണ്. വലിയ രോഗാവസ്ഥനായി കിടക്കുന്ന അവസ്ഥയിലും ബഹുമാനമുള്ള സഹോദരങ്ങൾ എന്തോ ഒരു നല്ല രീതിയിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ റൂമിന്റെ ഉള്ളിലാണ് ആയിരക്കണക്കിന് എന്ന് ഞാൻ പറയാം, ഇനി അതിശക്തി വേണ്ട എന്ന രീതിയിലാണ് ആയിരക്കണക്കിന് അസ്മാഉൽ ഹുസ്നകൾ ആ തറയുടെ പുറത്തിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ചൊല്ലിയിട്ടുണ്ട്. ആയിരക്കണക്കിന് അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്ന കണ്ടവർക്കറിയാം, അത് അസ്മാഉൽ ഹുസ്നയുടെ കൂടെ അതിന്റെ മുന്നിലും പിന്നിലുമൊക്കെ കുറെ ദ്വാരക്കാനും കുറെ ചെല്ലാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അസ്മാഉൽ ഹുസ്ന മഹാനവറുകൾ ആയിരക്കണക്കിന് ആ തറയുടെ പുറത്തിരുന്നിട്ട് ചൊല്ലിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഇരുന്ന് ഖത്തം തീർത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് രാത്രി 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നിസ്കരിച്ചിട്ടുണ്ട്.